റഹ്മാനിർ റഹീം. ഇന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബും വലഹ്വും വസീനഹ്. സ്വദഖല്ലാഹുൽ അലിയ്യുൽ അലീം. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുതഅല്ലിം സഹപാഠികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് അവൻ കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രപഞ്ച പരിത്യാഗം അല്ലെങ്കിൽ ദുനിയാവിനെ വെടിഞ്ഞ് പൂർണ്ണമായും ആഖിറത്തിലേക്ക് ലക്ഷ്യം വെച്ച് ആഖിറം വിജയിക്കണമെന്നുള്ളൊരു ലക്ഷ്യം, ഈ ഒരു കാര്യത്തിന് നമ്മുടെ മതം ഇസ്ലാം വലിയൊരു പ്രത്യേകത അല്ലെങ്കിൽ വലിയ പ്രതിഫലം നൽകുന്നുണ്ട്. എന്നാൽ എന്താണ് സുഹദ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് പ്രപഞ്ച പരിത്യാഗം എന്ന് പറയുന്നത്? മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ നമ്മോട് അതിനെ നിർവചിക്കുന്നുണ്ട്, നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് സുഹദ് എന്ന് പറയുന്നത്? വഹുവ ഇബാറത്തുൻ അൻ ഇൻസിറാഫിർ റഗ്ബതി അനി ശൈഇ ഇലാ മാ ഹുവ ഖൈറും മിൻഹു. ഒരു താൽപര്യത്തെ അതിനേക്കാളും ഖൈറായ ഒരു കാര്യത്തിന് വേണ്ടി വെടിയുന്നതിനാണ് സുഹദ് എന്ന് പറയുന്നത്. ഗസാലി ഇമാം നമ്മെ പഠിപ്പിക്കുകയാണ്, ഒരു കാര്യത്തെ, ഒരു താല്പര്യത്തെ അതിനേക്കാളും ഖൈറായ, ഒരു ഹലാലായ താല്പര്യം അതിനേക്കാളും ഖൈറായ ഒരു കാര്യത്തിന് വേണ്ടി വെടിയുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു കല്യാണത്തിന് ചമഞ്ഞൊരുങ്ങി ഒരു കല്യാണത്തിന് പോവുകയാണ്. അപ്പോഴാണ് എൻ്റെ ഉസ്താദ് വിളിക്കുന്നത്, പെട്ടെന്ന് വരണം, നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്, സംഘടനയുടെ മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മൗലിദ് സദസ്സുണ്ട്, പെട്ടെന്ന് നിങ്ങളൊന്ന് വരണം, അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, സംഘടനയിലേക്ക് പോയാൽ എനിക്ക് നാളെ ആഖിറത്തിലേക്കുള്ള ഒരു വിജയത്തിൻ്റെ ഒരു വഴിയായി മാറും. കല്യാണം ഇന്നല്ലെങ്കിൽ നാളെ ഇനിയും വരുമല്ലോ, അതിനും പോകാം എന്നുള്ളൊരു ചിന്ത. ഒരു ഹലാലായ കാര്യത്തിന് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യത്തിന് ഇറങ്ങി, അപ്പോഴാണ് അതിനേക്കാൾ ഖൈറായ ഒരു കാര്യത്തിന് വേണ്ടി ഈ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒഴിവാക്കുമ്പോഴാണ് അതിന് സുഹദ് എന്ന് പറയുന്നത് എന്ന് ഇമാം ഗസാലി അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിലൂടെ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. സ്വഹാബികളിൽ നിന്ന് ചിലർ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിൻ്റെ പ്രവാചകരെ, അയ്യുന്നാസി ഖൈറുൻ നബിയേ, ജനങ്ങളിൽ ഏറ്റവും ഖൈറായ മനുഷ്യൻ, ഖൈറായവൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് മറുപടി കൊടുക്കുകയാണ്, അതേ, കുല്ലു മുഅ്മിനിൻ മഖ്മൂമിൽ ഖൽബി വസദൂഖിൽ ലിസാൻ. നിഷ്കളങ്ക ഹൃദയമുള്ളവനും സത്യം പറയുന്ന നാവുമുള്ളവനുമാണ് മുഅ്മിനീങ്ങൾ വെച്ചിട്ട്. നിഷ്കളങ്ക ഹൃദയമുള്ളവനും സത്യം പറയുന്ന നാവുള്ളവനുമാണ്, സത്യം പറയുന്ന നാവുമുള്ള എല്ലാ മുഅ്മിനീങ്ങളും ജനങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഖൈറായവനാണ്. അപ്പോൾ സ്വഹാബികൾ വീണ്ടും നബിയോട് ചോദിക്കുന്നു, നബിയേ, ഫമൻ അലാ അസരിഹി, യാ റസൂലല്ലാഹ്, നബിയേ, അവനേക്കാളും ഖൈറായവൻ ആരാണ് നബിയേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു കൊടുത്തു, അല്ലദീ യശ്നഉദ് ദുനിയാ വയുഹിബ്ബുൽ ആഖിറ. ദുനിയാവിനെ വെറുക്കുന്നവനും ആഖിറ ലോകത്തെ ഇഷ്ടപ്പെടുന്നവനുമാണ് അതിനേക്കാൾ ഖൈറായവനെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു ഹദീസിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ സുഹദിൻ്റെ പ്രതിഫലം, അല്ലെങ്കിൽ സുഹദിൻ്റെ നമ്മൾ ഇസ്ലാം മതം കൽപ്പിക്കുന്ന പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന്. എന്നാൽ നാം ഒന്ന് നോക്കൂ, ദുനിയാവെന്ന് പറയുന്നത് കേവലം ചെറിയൊരു സമയം മാത്രമാണ്. അവിടെ കളിയും ചിരിയും അലങ്കാരങ്ങളൊക്കെ ആയിട്ട് ഇതങ്ങ് കഴിഞ്ഞു പോകും. ഖുർആനിലൂടെ തന്നെ പറയുന്നുണ്ടല്ലോ, അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബും വലഹ്വും വസീനഹ്. ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് കളികളാണ്, അലങ്കാരങ്ങളാണ്, വിനോദങ്ങളാണ്. അത് ഇന്നല്ലെങ്കിൽ നാളങ്ങ് അവസാനിച്ചു പോകും. എന്നാൽ എൻ്റെ കൂട്ടുകാരെ, ഒരു പ്രപഞ്ച പരിത്യാഗി ആകണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്?
നല്ല വസ്ത്രങ്ങൾ വെടിയണമെന്നാണോ പറയുന്നത്? അല്ല, നമുക്ക് ഹലാലാക്കി തന്ന സുഖങ്ങളിൽ ഏർപ്പെടരുത് എന്നാണോ പറയുന്നത്? അല്ല, നല്ല വസ്ത്രങ്ങളും നല്ല ഭക്ഷണങ്ങളും നല്ല പാനീയങ്ങളും ഒഴിവാക്കണമെന്നാണോ നമ്മോട് കൽപ്പിക്കുന്നത്? എന്നാൽ മഹാന്മാരായ ചില മുൻഗാമികളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, അങ്ങനെ പാടെ ദുനിയാവിൻ്റെ എല്ലാ സുഖങ്ങളും ഒഴിവാക്കി കളഞ്ഞ ചില മഹാന്മാരുണ്ട്. അറിയില്ലേ, മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, ബൽഖയിലെ രാജാവായിരുന്നു ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു. എല്ലാ സുഖങ്ങളും ഉണ്ടായിരുന്നു, എല്ലാത്തരം വസ്ത്രങ്ങളും ഉണ്ടായിരുന്നു, എല്ലാത്തരം സുഭിക്ഷമായ ഭക്ഷണങ്ങളും പാനീയങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ചില ദൃഷ്ടാന്തങ്ങളുടെ പിറകിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക്, നാളെ ആഖിറമാകുന്ന ലോകം വിജയിക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലേക്ക് അവർ ഇറങ്ങിപ്പോവുകയാണ്. എല്ലാവിധ അധികാരങ്ങളും വിട്ടുമുറിച്ചുകൊണ്ട്, എല്ലാവിധ കുടുംബങ്ങളും എല്ലാവിധ സുഖങ്ങളും മുറിച്ചുകൊണ്ട് മഹാനവറുകൾ പൂർണ്ണമായും അള്ളാഹുവിൻ്റെ ജീവിതത്തെ, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങുകയാണ്. മഹാനവറുകളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, വർഷങ്ങൾക്ക് ശേഷം മകനും ബാപ്പയും മുട്ടുന്നൊരു നല്ലൊരു സന്ദർഭം അവിടെ പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം മഹാനവറുകൾ അവിടുത്തെ മകനെ കണ്ടുമുട്ടുകയാണ്. മകനോട് ചോദിക്കുന്നു, മോനെ, നീ ഏത് ദീനിലാണ് മോനെ? മകൻ ബാപ്പയോട് പറയുന്നു, നബിയെ, ഉപ്പാ, ഞാൻ നബിയുടെ മതമായ നമ്മുടെ സ്വന്തം ഇസ്ലാമിൻ്റെ മതം, നമ്മുടെ ഇസ്ലാം മതത്തിൽ തന്നെയാണ്. ബാപ്പ പറഞ്ഞു, അൽഹംദുലില്ലാഹ്. ബാപ്പ വീണ്ടും ചോദിച്ചു, മോനെ, നീ ആ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ നീ പഠിച്ചിട്ടുണ്ടോ മോനെ? മോൻ പറഞ്ഞു, ഉപ്പ അതെ. ഉപ്പ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, എനിക്കിത് മതി, ഞാൻ പോവുകയാണ്. മോൻ ചോദിച്ചു, എന്താ ഉപ്പ, ഇത്രയും കാലം ഞങ്ങളെയും വിട്ട് ജീവിച്ചിട്ട് ഇനിയും അങ്ങ് ഒറ്റയ്ക്ക് ജീവിക്കാനാണ് അങ്ങയുടെ താല്പര്യമെന്ന് ചോദിച്ചപ്പോൾ ആ ഉപ്പ പറയുന്ന മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയുന്നൊരു മറുപടിയാണ്, അവിടെയാണ് നാം അടിവരയിടേണ്ടത്. മോനെ, എൻ്റെ മനസ്സിൽ ഇപ്പോൾ അള്ളാഹു മാത്രമാണ്, അതല്ലാത്തൊരു വേറൊരു ജീവിതം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് എൻ്റെ മോൻ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി എന്നെ വിട്ടേക്കണമെന്ന് ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ്. ഇങ്ങനെ പൂർണ്ണമായും അള്ളാഹുവിനെ വിട്ട്, ദുനിയാവിനെ വിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച മഹാന്മാരൊക്കെയുണ്ട്. ഈ ചരിത്രങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ സുഹദിൻ്റെ പ്രാധാന്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൻ്റെ സുഖങ്ങളിൽ അമർന്നു പോകാതെ ആഖിറം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന കൂട്ടരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മത്സരം തുടരുന്നു. നെക്സ്റ്റ് ലെറ്റർ ബി. വിഷയം സൽസ്വഭാവം സ്വർഗത്തിലേക്കുള്ള ഏക വഴി. വിഷയം സൽസ്വഭാവം സ്വർഗത്തിലേക്കുള്ള ഏക വഴി. ജഡ്ജസ് പ്ലീസ് നോട്ട് ലെറ്റർ ബി ഓൺ ദി സ്റ്റേജ്. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. എൻ്റെ ഏറ്റവും പ്രിയ നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു എൻ്റെ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, മനുഷ്യനെ മന്ദിക്കിൻ്റെ കിതാബുകളിലൊക്കെ വ്യാഖ്യാനിക്കുന്നത് കാണാം. മനുഷ്യൻ എന്ന് പറയുന്നത്, മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അവർക്ക് വിവേക ബുദ്ധിയുണ്ട് എന്നതാണ്, വിവേകമുണ്ട് എന്നതാണ്. ഹയവാനുൻ നാത്വിക് എന്ന് പരിചയപ്പെടുത്തുന്നത് കാണാം. അങ്ങനെ ബുദ്ധിയുണ്ടാകുമ്പോഴാണ് മനുഷ്യൻ്റെ സ്വഭാവം മറ്റു
സഹജീവികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും മറ്റുമൊക്കെ വ്യത്യസ്തമാകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്താണ് സൽസ്വഭാവം? സൽസ്വഭാവത്തെ വ്യാഖ്യാനിക്കാൻ നമുക്ക് ഒരു പ്രയാസവുമില്ല. കാരണം നാം ഉൾക്കൊള്ളുന്ന മതത്തിന്റെ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുത്തെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് കാണാം, ഇന്നക ലഅലാ ഖുലുഖിൽ അദീം. തങ്ങള് സൽസ്വഭാവത്തിനു മുകളിലാണ്. ഒരു തഫ്സീർ അങ്ങനെയാണ്, തങ്ങൾക്ക് അടിയിലാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. അത്രത്തോളം ഒരു മനുഷ്യന് ഇങ്ങനെ ആകാൻ കഴിയുമോ എന്ന് കൂടെ ജീവിക്കുന്നവർ പോലും ആശ്ചര്യപ്പെട്ടു പോകും. അത്രത്തോളം താഴ്മയും വിനയവുമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടല്ലേ ജാഹിലിയ കാലഘട്ടത്തിലെ കാട്ടാളരെ ചരിത്രം പോലും വിശേഷിക്കപ്പെട്ടത് ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ കാട്ടാള കൂട്ടരെ മുത്തുനബി പരിചയപ്പെടുത്തുന്നുണ്ട്, അഭിമാനത്തോടെ പറയുന്നുണ്ട്, എൻ്റെ സ്വഹാബത്ത് നക്ഷത്രതുല്യരാണ്. അവരിൽ നിന്ന് നിങ്ങൾക്ക് ആരെ പിൻപറ്റിയാലും ഖൈറാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് അവരങ്ങനെയായി മാറിയത്? അതിന് നിദാനമായത് അവരുടെ നേതാവ്, അവരുടെ ലീഡർ, അവർക്ക് നേതൃത്വം കൊടുത്തത് അതാരാണ്? ലോകത്തിൻ്റെ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്തൊരു വിനയവും എന്തൊരു സ്വഭാവവുമാണ് അവിടുത്തത്. അവിടുത്തെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, എവിടെ നോക്കിയാലും ചെയ്യാൻ പാടില്ലാത്തത് അല്ലെങ്കിൽ ആളുകൾ വെറുക്കുന്നത് അങ്ങനെയൊന്നും ആ ഹബീബിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. അങ്ങനത്തെ ഹബീബിനെ കണ്ടുപിടിച്ച സ്വഹാബാക്കളോ അവരുടെയും സ്വഭാവം അങ്ങനെ തന്നെ പളുങ്ക് സ്വഭാവമാണ്. മുത്തുനബിയെ നേരെ കണ്ടുപിടിച്ച് മുത്തുനബിയുടെ നിഴല് പോലെ നടന്നിട്ട് അതേ സ്വഭാവം ഒപ്പിയെടുത്തു. എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? ചരിത്രത്തിൽ കാണാം, മിശ്കാത്തിന്റെ കിതാബുകളിലൊക്കെ കാണാൻ കഴിയും, ഹദീസിൽ കാണാം. സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്ന ഒരു ഭീകരനായ മനുഷ്യനുണ്ടായിരുന്നു. നല്ല പൈസക്കാരനാണ്, പണമുണ്ട്, പ്രതാപമുണ്ട്. അദ്ദേഹത്തിന്റെ പണിയെന്ന് പറയുന്നത് മുസ്ലിമീങ്ങളെ ആക്രമിക്കുകയും പ്രയാസപ്പെടുത്തലാണ്. ഒരുപാട് സ്വഹാബത്തിനെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. അതാ ഒരു യുദ്ധവേളയിൽ സുമാമയെ സ്വഹാബത്തിന്റെ കയ്യിൽ കിട്ടുകയാണ്. തടവ് പുള്ളിയായി സുമാമയെ കിട്ടുകയാണ്. അവർ പോയി ഇലാ ഹളറത്തുൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേട്ട് പോയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ സുമാമയുണ്ട്. ഏത് സ്വഹാബത്തിനും സുമാമയെ വധിക്കാൻ വലിയ ആഗ്രഹമാണ്. കാരണം അവരൊക്കെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. മുത്തുനബിയോട് ചോദിച്ചു, എന്താണ് സുമാമയെ ചെയ്യേണ്ടത്? മുത്തുനബി പറഞ്ഞു, ആ തൂണിൽ കെട്ടിയിടണം സുമാമയെ. അങ്ങനെ മദീനത്തൊരു തൂണിൽ കെട്ടിയിട്ടു സുമാമയെ. എന്നിട്ട് സ്വഹാബത്തിനോട് മുത്തുനബി പറഞ്ഞു, സുമാമക്ക് ഭക്ഷണം, വെള്ളം, ഈ സ്വഹാബത്ത് എന്തെല്ലാം ആസ്വദിക്കുന്നുണ്ടോ, എന്തെല്ലാം ഉപയോഗിക്കുന്നുണ്ടോ അതൊക്കെ ഈ സുമാമക്ക് കൊടുക്ക്. അങ്ങനെ സുമാമക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ട് മുത്തുനബി സുമാമയോട് ചോദിക്കുന്നുണ്ട്, സുമാമ നീ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നോ? സുമാമ പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല. അങ്ങനെ രണ്ടാമത്തെ ദിവസമായി ഇതേപോലെ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു. സുമാമയോട് ചോദിച്ചു, സുമാമ നീ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നോ? സുമാ പറഞ്ഞു, നിങ്ങളെ ഐഡിയയും നിങ്ങളെ വഞ്ചനയൊന്നും എൻ്റെ തട്ടിൽ വേവൂല. ഞാൻ ഇസ്ലാമിലേക്ക് ഒരിക്കലും കടന്നു വരില്ല. ഇതേപോലെ മൂന്നാമത്തെ ദിവസവും ആവർത്തിക്കുകയാണ്. സുമാമ സമ്മതിക്കുന്നില്ല. മുത്തുനബി സ്വഹാബത്തിനോട് പറയുകയാണ്, സുമാമയോടുള്ള നമ്മുടെ ദൗത്യം ഇസ് കംപ്ലീറ്റഡ്. സുമാമയെ ഇനി പറഞ്ഞയച്ചോ. അങ്ങനെ സ്വഹാബത്ത് സുമാമയുടെ കെട്ടഴിച്ചു വിടുകയാണ്. സുമാമ അതാ ഒരു തോട്ടത്തിലേക്ക് സുമാമ അങ്ങനെ പോകുമ്പോ സ്വഹാബത്ത് ചോദിച്ചു,
അല്ല മുത്തുനബിയെ, ഇത്രയും ക്രൂരനായ ഈ സുമാമയെ നിങ്ങൾ എന്താണ് വിട്ടയച്ചത്? അവനെ നമുക്ക് വധിച്ചുകൂടെ? മുത്തുനബി അവിടെയും മൗനം പാലിച്ചു. കാണിച്ചു കൊടുക്കുകയാണ് ജീവിതം എങ്ങനെയാണ് സ്വഭാവം എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ജീവിച്ച് കാണിച്ചു കൊടുത്ത നേതാവാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എല്ലാത്തിനോടും സഹജീവികളോടും ഒക്കെ മുത്തുനബിക്ക് വല്ലാത്ത ഇഷ്ടവും അവിടുത്തെ സ്വഭാവവും എത്ര മാധുര്യമാണ്. അക്രിം ജാറക വലൗ കാന കാഫിർ, എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്. തൻ്റെ അയൽവാസി ഒരു കാഫിറാണെങ്കിൽ പോലും നീ അവനെ ബഹുമാനിക്കണം. അത്രത്തോളം സ്വഭാവത്തിന്റെ അങ്ങേയറ്റത്തെത്തിക്കൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച് കാണിച്ചു തന്നത്. ഒരിക്കൽ യുദ്ധവേളയിൽ മക്കയിലേക്ക് പോകുമ്പോൾ ഒരു വഴിയിൽ നിന്ന് മാറി സഞ്ചരിച്ചു മുത്തുനബി. സ്വഹാബത്ത് അന്വേഷിച്ചു, എന്താ നബി അങ്ങനെ പോകുന്നത്? വളഞ്ഞു പോകുന്ന വഴിയാണല്ലോ. അപ്പൊ സ്വഹാബത്തിനോട് മുത്തുനബി പറഞ്ഞു, ആ വഴിയിൽ ഒരു നായ അതിൻ്റെ കുട്ടിക്ക് പാല് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ആ വഴിയിൽ പോയാൽ ആ നായക്കത് ബുദ്ധിമുട്ടാകും. അങ്ങനെ എത്രത്തോളം ശ്രദ്ധിക്കാൻ പറ്റുമോ അങ്ങനെ തൻ്റെ ജീവിതം അത്രത്തോളം പരിമിതപ്പെടുത്തിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ അനുയായികളാവാൻ നാം ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, നമ്മുടെ സ്വഭാവം അങ്ങനെയാക്കി തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മത്സരം തുടരുന്നു. നെക്സ്റ്റ് ലെറ്റർ സി. വിഷയം സൽസ്വഭാവം സ്വർഗത്തിലേക്കുള്ള ഏക വഴി. വിഷയം സൽസ്വഭാവം സ്വർഗത്തിലേക്കുള്ള ഏക വഴി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى بدين الحق ليظهره على الدين ولو كره المشركون. بسم الله الرحمن الرحيم. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق أكون من الصالحين. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മാതാപിതാക്കളെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സമ്പത്ത് എന്നുള്ളത്. സമ്പത്ത് കൊണ്ടാണ് അവൻ ജീവിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ എവിടെ മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞോ അവിടെയെല്ലാം ദാനധർമ്മങ്ങളെക്കുറിച്ച് അല്ലാഹു തആല ആ മനുഷ്യന് പരിഗണന നൽകിയിട്ടുണ്ട്. മുത്തഖീങ്ങളുടെ പ്രധാനപ്പെട്ട ഗുണമാണല്ലോ ദാനധർമ്മം എന്നത്. സാമ്പത്തികമായും ശാരീരികമായും ഒരു മനുഷ്യന് ദാനധർമ്മം എന്നത് വളരെ ഉത്തമമാണ്. പാരിത്രിക ലോകത്ത് അല്ലാഹു തആല അതിന് ഭയങ്കരമായ വിജയമുണ്ട്. സ്വതക്ക കൊടുക്കുന്നതിൽ എന്തിനാണ് മടി കാണിക്കുന്നത്? ഒരാള് എത്ര സമ്പാദിച്ചു വെച്ചിട്ട് അവൻ എത്ര സമ്പാദിച്ച് അവന്റെ വീട്ടിൽ അലമാരയിൽ എത്ര സൂക്ഷിച്ചു വെച്ചോ, എന്നിട്ട് അവന് പിറ്റേ ദിവസം മരണപ്പെട്ട് അവൻ ഖബറിലേക്ക് പോകുമ്പോൾ അവൻ എന്താണ് കൊണ്ടുപോകുന്നത്? ഈ സമ്പത്ത് ഇങ്ങനെ കൂട്ടിവെക്കുന്നതിൽ അവന് യാതൊരു കാര്യവുമില്ല. കെട്ടിക്കിടക്കുന്ന വെള്ളം അതിന് യാതൊരു
വർധനവും ഉണ്ടാകുന്നില്ല. പക്ഷേ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിന് വർധനവുണ്ടാവുകയാണ് ചെയ്യുന്നത്. ഞാനൊരു ചരിത്രത്തിലേക്ക് കിടക്കാം. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടില് ബീവി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു അവിടുത്തെ വീട്ടില് പട്ടിണിയായി കിടക്കുന്ന സമയത്ത്, ഭക്ഷണത്തിനായി ഒന്നുമില്ലാത്ത സമയത്ത്, അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം, പുതുവസ്ത്രം എടുത്തുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് ഫാത്തിമ ബീവി അവിടുന്ന് പറഞ്ഞു, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രമാണ്, ഇത് കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പണത്തിന് ഭക്ഷണം വാങ്ങിയിട്ട് വരാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയോട് ചോദിക്കുകയാണ്, ഓ ഫാത്തിമ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രമാണല്ലോ, എന്തിനാണ് ഇത് വിൽക്കുന്നത്? അപ്പോൾ ഫാത്തിമ ബീവി പറയുകയാണ്, അല്ലയോ അലിയാരി തങ്ങളെ, വിശന്നിട്ട് വയ്യ, അതുകൊണ്ട് ഇത് ആകെ ഇവിടെയുള്ളത് ഇത് മാത്രമാണ്, ഇത് കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പണത്തിന് ഭക്ഷണം വാങ്ങിയിട്ട് വരണം. അങ്ങനെ അലിയാരി തങ്ങൾ ആ വസ്ത്രവുമായി ചന്തയിലേക്ക് പോവുകയാണ്. ചന്തയിൽ പോയിട്ട് അത് വിറ്റ് കിട്ടുന്ന പണം വെറും 6 ദിർഹം മാത്രമായിരുന്നു. 6 ദിർഹമുമായി ഭക്ഷണം വാങ്ങാൻ വേണ്ടി തിരിച്ചു നടക്കുന്ന സമയത്തതാ ഒരു ആള് വന്നുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഓ അലിയാരി തങ്ങളെ, അങ്ങയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ കുടുംബത്തിൽ ഭാര്യയും മക്കളും ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, അതുകൊണ്ട് എന്തെങ്കിലും തരണേ എന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അതാ അലി റളിയല്ലാഹു അൻഹു ആ വസ്ത്രം വിറ്റിട്ട് കിട്ടിയ പണത്തിൽ നിന്നും യാതൊന്നും എടുക്കാതെ മുഴുവനുമായിട്ട് ആ വ്യക്തിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ആ വ്യക്തി സന്തോഷത്തോടു കൂടെ പോവുകയാണ്. അലിയാർ തങ്ങൾ അതാ വിഷമത്തോടെ മുന്നോട്ട് നടക്കുകയാണ്. അങ്ങനെ അതാ പെട്ടെന്നൊരാൾ മുന്നിൽ വന്നൊരൊട്ടകവുമായിട്ട് അങ്ങനെ അതാ അയാൾ ചോദിക്കുകയാണ്, ഓ അലിയാരി തങ്ങളെ, ഈ ഒട്ടകത്തെ നിങ്ങൾ എടുക്കുമോ? എനിക്കൊരു 100 ദിർഹം തന്നാൽ മതി. അപ്പോൾ അലിയാരി തങ്ങൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒറ്റ പണമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പണം പിന്നീട് തന്നാ മതി. അങ്ങനെ അതാ അലിയാരി തങ്ങൾക്ക് 100 ദിർഹം കടബാധ്യതയായിരിക്കുകയാണ്. അങ്ങനെ ആ ഒട്ടകവുമായിട്ട് അങ്ങനെ മുന്നോട്ട് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ പിന്നെയും വന്നു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിനോട് ആ വ്യക്തി ചോദിക്കുകയാണ്, ആ ഒട്ടകത്തെ എനിക്ക് തരുമോ? 160 ദിർഹം ഞാൻ തരാം. അങ്ങനെ അലിയാരി തങ്ങൾ പറയുകയാണ്, ഞാനിത് 100 ദിർഹമിനാണ് വാങ്ങിയത്, അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഞാൻ 160 ദിർഹമിന് ഞാൻ തരുക?